ഹലോ ഹലോ അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം. എന്തായി? എന്താവാനാ, നിങ്ങൾ ഇടക്കിടക്കിനെ വിളിക്കുന്നത് കട്ടാക്കിയാണ്ട് പോവും. പിന്നെയും എവിടൊക്കെ പോപ്പോ വിളിക്കാതെ ഇടക്കിടെ പിന്നെയും പോവും. ഇല്ല, അത് ഞാന് പഞ്ചറടിച്ച് നേരത്തെ വൈഫ് ഉണ്ടായിരുന്നു. പിന്നെ ഉടമ്പൊന്നും അതാ ഞാൻ കൂടുതൽ പറയാണ്ടെന്ന് പറ. അത് ശരി. അതിന്റെ ശേഷം പറയാനും വിളിച്ചാ? അതിന്റെ ശേഷം പറയാനും വിളിച്ചാ? വേറെ വിളിച്ചില്ല, വിളിച്ചില്ല. നിസാമി സംസാരിച്ചില്ല? നിസാമി തീരുമാനം പറഞ്ഞു. നിസാമി ഫോൺ എടുത്തില്ല. ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുക്കണമെന്നില്ല. വാട്സപ്പിലൂടെ മൂപ്പര് എന്നിട്ട് എനിക്ക് അയച്ചു തന്നു. എന്താ വെച്ച്? ഞാൻ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചു, ഞാൻ എന്തായാലും അതിലേക്കില്ല. ശരി. അപ്പൊ പിന്നെ മൂപ്പര് താമസം പോലെ ജോലിയും കൂടി അന്വേഷിക്കട്ടെ. അങ്ങനെയുള്ള കാപട്യം ഇതാക്കിട്ട് അങ്ങനെ അത് വേണ്ട. അതെ. പിന്നെ എന്തായാലും ഈ ജോലിക്ക് അവിടെ നിൽക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അവിടെന്നല്ല, സമസ്തയുടെ ഒരൊറ്റ മഹല്ലില്, ഒരൊറ്റ പള്ളിയിൽ ഒരൊറ്റ സ്ഥാപനത്തിന് ജോലി ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം ഇത് അല്ലെങ്കിൽ ആദ്യം തന്നെ തീരുമാനം പറയാണ്ടിരിക്കുക. വരാനൊക്കെ പറഞ്ഞ് ഒക്കെ ഇതാക്കിയിട്ട് പെട്ടെന്ന് നമ്മക്കെതിരായിട്ട് തിരിക. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ ഇവരെല്ലാം എന്തെങ്കിലും ഒരു അച്ചിലിട്ട് വാർത്ത പോലെ അത് അവിടുന്ന് പഠിച്ചു തരുന്നതല്ലേ, ഉസ്താദന്മാര് പഠിപ്പിച്ചു വിടുന്നതല്ലേ ശിഷ്യന്മാര് ഇതാക്കുക. എനിക്ക് അത്ഭുതമാണ്. കാരണം ഒന്നൊഴിയാതെ എല്ലാവർക്കും ഈ സവിശേഷ ഗുണങ്ങൾ കാണുന്നുണ്ട്. അത് തന്നെയാണ്, എല്ലാം അവിടുന്ന് പഠിച്ചു വിട്ടതല്ലേ, ഉസ്താദന്മാര് പഠിപ്പിച്ച അതേ എല്ലാ സ്വഭാവം ഉണ്ടാവും. ഈ മറ്റേ മലഹരിന്റെ അവസ്ഥ എന്താ ഇപ്പൊ? മഹല്ലരി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ മൂപ്പർക്ക് പേടിയാണ്. മൂപ്പർ കൂടുള്ള ആൾക്കാരൊക്കെ പാടാ എന്തിനാ മൂപ്പര് പേടിക്കുന്നത്? മൂപ്പർ കൂടുള്ള ആൾക്കാരൊക്കെ തെറ്റിപ്പോകും, പിന്നെ ആകെ ഇറങ്ങാറാവും, പിന്നെ നമുക്ക് ജീവിക്കാൻ പോലും കഴിയൂല. ഇവര് ഭയങ്കര മൂപ്പർക്ക് അറിയാം. ഏപ്പിക്കാര് മൂപ്പരിനോട് പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ ഷെറ് ചെയ്യുന്ന ഏപ്പിക്കാരാണ്. ഉപദ്രവങ്ങള് നമ്മളിപ്പോ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തേക്ക് പോകാൻ നടത്തുന്നതിൽ ഒരു തല്ലാനും കൊല്ലാനും ഒന്നും പഠിക്കൂല. ഞാനതല്ലേ പറഞ്ഞു. ഞാൻ ഏകദേശം 500-ലധികം ക്ലിപ്പുകൾ മുജാഹിദിന്റെ മൗലവിമാരെ വിളിച്ചു. പക്ഷെ ഒരു മനുഷ്യത്വപരമായ നിലപാട് വിട്ടിട്ടുള്ള ഒരു സമീപനം അവർ ചെയ്തിട്ടില്ല. പിന്നെ 150-150-ലധികം ക്ലിപ്പ് മറ്റേ SKSF സമസ്തന്റെ ആളുകളെയും ഞാൻ വിളിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അവര് പരിധി വിട്ടിട്ടില്ല. ഇവർക്ക് ഈ കണ്ടല്ലേ, ഈ കാപട്യങ്ങൾ പുറത്ത് വന്നതിനോട് കൂടിയാണ് ഇവർക്ക് ആകെ ഹാലളായിട്ട് എന്താ ഒരു ഉപദ്രവങ്ങൾ കൂടുതലുണ്ടാകുക, മർദ്ദിക്കാൻ നോക്കുക, കൊല്ലാൻ നോക്കുക, ഇതൊക്കെ ഇവരാ ചെയ്യാ. അതിനോട് വേറൊരാള് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളേക്ക് മാറി എന്നോട് വളരെ അടുപ്പുള്ള ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, മാറി ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കെതിരായിട്ട് ആരോപണങ്ങൾ മാത്രല്ല വരിക, അപായപ്പെടുത്താൻ ശ്രമിക്കും. അതൊക്കെ കുറച്ചു ദിവസം വളരെ നല്ല ശ്രദ്ധിച്ചോളി. ആരോപണങ്ങൾ വരുന്നത് നിങ്ങൾക്ക് പ്രശ്നമല്ല, ഞാൻ എന്തും നേരിടും. ഞാൻ നല്ല നിങ്ങളിങ്ങപ്പുറം മാറിയാല് നിങ്ങള് സംസ്ഥയിലേക്ക് പോയാൽ അച്ഛൻ നിങ്ങളെ തള്ളിപ്പറയോ? അച്ഛൻ തള്ളിപ്പറയും, അത് ഉറപ്പല്ലേ. അത് ശരി. അച്ഛന് രാമതന്നെ തന്നെ തള്ളുക, പിന്നെ നിന്നെ തള്ളാ വെച്ച. അല്ല, അയാള് ഞാൻ വിളിക്കുമ്പോ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലോ, സമസ്തന്റെ ആളുകൾക്കാണ് ഈ ജാടയില്ലാത്തത്, ഒരിക്കാണ് വിനയുള്ളത്, മറ്റൊരിക്ക് കിബറന്മാരാണ്. ഇതെല്ലാം ഇയാള് അത് ക്ലിപ്പ് നിങ്ങൾ എടുത്ത്, അത് ക്ലിപ്പൊക്കെ ഇടണം, പുറത്ത് വിടണം. പുറത്ത് വിടാനൊന്നും കാര്യമില്ല. കാരണം എന്താ അറിയോ? കാരണം എന്താ, നിങ്ങളോട് അയച്ചന് നല്ലോണം നിൽക്കുന്ന എന്തുകൊണ്ടാ അറിയോ? ക്ലിപ്പ് പുറത്ത് വിടുമെന്ന് കരുതിട്ടാണ്. അല്ലാണ്ട് മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം മൂപ്പർ പ്രസംഗത്തിലും അവിടെയും ഇവിടെയൊക്കെ നല്ലോണം പറയലുണ്ട്. മുനാഫിക്കാണെന്ന് തന്നെ പറയലുണ്ട്. ഇപ്പൊ അടുത്തുള്ള മീറ്റിങ്ങുകൾ, ഇപ്പൊ നമ്മള് അതിന്റെ കൂടെ അടുത്തതിന് ശേഷം തന്നെ ഇപ്പൊ അടുത്തുള്ള മീറ്റുകളിലും ക്ലാസ്സുകളിലും ഒക്കെ മൂപ്പര് പറയാറുണ്ട്.
ജിഷാനെ മുനാഫിക്കാണെന്നും പിന്നെ രാമന്തളി തെറ്റിച്ചതാണ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ രാമന്തളിന്റെ പണിയാണെന്നും പിന്നെ മാത്രല്ല രാമന്തളി കാഫിറാണെന്ന് വരെ ഹാഫിദ് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. എന്നാ പിന്നെ ഹാഫിദിന് ഉസൂൽ ആദ്യം പഠിപ്പിച്ചെടുക്കേണ്ടി വരും. അതെ അതെ. നിസ്കരിക്കാത്തവനെ പോലും കാഫിറാന്ന് വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചൊരു മതം. എന്താ ഇവർക്ക് ഇതിനെ വന്നാലുണ്ടല്ലോ ഒരു കാഫിറായി മുനാഫിക്കായി ഒക്കെ ആയി. എതിരായിട്ട് എന്ത് പറഞ്ഞാലും തിരിച്ചാണ്. പക്ഷെ നമ്മൾ തിരിച്ചങ്ങട്ട് പറഞ്ഞാണ്ടല്ലോ, തിരിച്ചങ്ങട്ട് ഇതേ നാണയത്തിന് നമ്മൾ തിരിച്ചടിച്ചാൽ, അതായത് ഇപ്പൊ ഇവരെ ആക്രമിക്കുന്നില്ലേ, ഇവരക്രമങ്ങൾ തിരിച്ച് ഇതേ അക്രമത്തിന്റെ ശൈലി തിരിച്ച് അങ്ങട്ട് നേരിട്ടാ ഇവിടെ പൊടി പോലും ഉണ്ടാവില്ല. പൊടി പോലും ഉണ്ടാവില്ലെന്ന് ഉറപ്പില്ല. അതിന് മാത്രം ഇല്ലല്ലോ ഇവരിപ്പോഴാ. ഒരൊറ്റ സ്ഥലത്ത് പരിപാടിയും വെക്കൂല, ഒരു പൊടി പോലും ഒരൊറ്റ സ്ഥലത്ത് കാണാറുണ്ടാവില്ല. അതേ ശൈലി തിരിച്ചെടുക്കുക. അല്ല, നിങ്ങൾ ഇപ്പൊ ഈ മുനാഫിക്കിന്റെ സ്വഭാവങ്ങൾ ആരാ കാണിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. കാരണം നിങ്ങൾ പറയുന്നത് അച്ഛനി പിന്നെ സ്വകാര്യത്തിലുള്ള സമയത്ത് എന്നെ പറ്റി മുനാഫിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ മുനാഫിക്ക് അയാള് മുനാഫിക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരാളോട് അയാള് ഞാനൊരു നേരിട്ട് സംസാരിക്കുമ്പോ എങ്ങനെയാ നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടല്ലോ. അതെ അതെ അതെ. അപ്പോ പിന്നെ ഒരു മുനാഫിക്കിനോട് എന്നാ ഇയാള് നല്ല എനിക്ക് പെരുമാറാൻ പാടുണ്ടോ? ഓരോ അവസരത്തിനനുസരിച്ച് ആൾക്കനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പൈസ വേണം, അതല്ലാണ്ട് വേറെന്താ. പണത്തിന് പിന്നാലെ പോവാ. പണം വേണം, നമുക്കും പണം കുറച്ച് ഉണ്ടാക്കണം എന്നല്ല, വേറൊരു ചിന്ത ഒന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അയാൾ ഞാനിപ്പോ അതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്നറിയാം, ഒരു 25,000 50,000 അല്ല 1 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് അവിടുന്ന് കിട്ടി, അതുകൊണ്ടാണ് എനിക്ക് വന്നത്. അങ്ങനെയൊക്കെയാണ് പറച്ചിലുണ്ടാവുക. കാരണം പിന്നെ ആ ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ അടുത്ത് പോയിട്ട് ഇയാള് ഹൈദരലി ഞങ്ങളുടെ അടുത്തൊക്കെ പോയിരുന്നിട്ട് എന്തിന്റെ അയാൾക്ക് താല്പര്യമില്ല, അന്നേ പോണ്ടില്ലല്ലോ. അതെ അതെ, അന്നേ പോണ്ടേ. പക്ഷെ അന്നൊക്കെ അത് വേറൊന്നുണ്ട്, അന്ന് ആസിൽ പറഞ്ഞതാണ് പോകാൻ വേണ്ടിട്ട് നിർദ്ദേശം, പോകാൻ വേണ്ടി 10 കോടി കാട്ടിയൊക്കെ ആസിലാണ്. പക്ഷെ പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് പോണ്ടാന്ന് പറഞ്ഞത് ആസിലാണ്. അത് ശരി. അങ്ങനെ ഹാഫിദ് പിന്നെ ജിബിരിയിൽ അതിന്റെ ശേഷം ഇറങ്ങിയാള് അതിന് മഹാന്മാര് പറഞ്ഞതാണല്ലോ. അല്ല മൂപ്പര് നിങ്ങൾ ചോദിച്ചാ, ഈ മൂപ്പര് എന്നോട് മുമ്പൊക്കെ പറയുമ്പോ മഹാന്മാര് എന്ന് പറയും. ഇത് ഹയാത്തിലുള്ള മഹാന്മാരാണോ അല്ലെ വഫാത്തായ മഹാന്മാരാണോ? ഏത് മഹാന്മാരെ പേര് പറയല്ല നിങ്ങളോട്? മഹാന്മാര് ഇപ്പൊ ആഫ്രിന്റെ അടുത്തും വരാറുണ്ട്, പേരോടിന്റെ അടുത്തും വരാറുണ്ട്. പേരോടിന്റെ അടുക്കൽ ആര് ജിന്നുകൾ വരാറുണ്ട്. ചെക്കിയാട്ട ജിന്നിന്റെ ആളാ. ആ ജിന്നുകൾ തന്നെയാണ് ആഫ്രിലേക്കും വരുന്നത്. അതാണ് ശരിക്കും മഹാന്മാര്, അല്ലാതെ വേറൊരു മഹാന്മാര്. ജിന്നുകളായിട്ട് ബന്ധമുണ്ട്, അത്രയേ ഉള്ളൂ. അത് ശരി ചിലപ്പോ ഉണ്ടാവും. ഞാൻ നോക്കിയിരുന്ന എന്റെ വിളി. ആയിക്കോട്ടെ ആയിക്കോട്ടെ.